നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ഭൂട്ടാൻ വാഹനക്കടത്ത് കേസിൽ പിടിമുറുക്കി ഇ ഡി. പാലിയേക്കരയിലെ വാഹന ഷോറൂം ഉൾപ്പെടെ 17 ഇടങ്ങളിൽ ഇ ഡി പരിശോധന നടത്തി. ട്രെയിനിൽ കുഴഞ്ഞു വീണ യുവാവ് ചികിത്സ ലഭിക്കാതെ മരിച്ച സംഭവത്തിൽ വിശദീകരണവുമായി റെയിൽവേ. വീഴ്ച പറ്റിയിട്ടില്ലെന്ന വിശദീകരണം. യാത്രക്കാരുടെ ഇടപെടൽ ചികിത്സ വൈകിച്ചതായി കുറ്റപ്പെടുത്തൽ. കാണാതായ കുട്ടിയുടെ മൃതദേഹം പള്ളിക്കുളത്തിൽ കണ്ടെത്തി. വട്ടേക്കാട് സ്വദേശി കണ്ടാരശ്ശേരി വീട്ടിൽ സുബൈറിന്റെ മകൻ 14 വയസ്സുള്ള മുഹമ്മദ് റസലാണ് മരിച്ചത്. സ്വർണ്ണവിലയിലെ കുതിപ്പ് തുടരുന്നു. പവന് 840 രൂപ വർദ്ധിച്ച് 90,320 രൂപയും ഗ്രാമിന് 105 രൂപ വർദ്ധിച്ച് 11,290 രൂപയുമായി. മുണ്ടൂരിൽ അപകടകരമായ രീതിയിൽ സർവീസ് നടത്തിയ സ്വകാര്യ ബസ്സിനെതിരെ നടപടി വേണമെന്ന ആവശ്യം ശക്തം. തൃശൂർ കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ് റോഡിലെ ഡിവൈഡറിന് മുകളിലൂടെ മറുവശത്തെ റോഡിലേക്ക് ബസ് കടത്തുകയായിരുന്നു. കൊയ്ത്ത് കഴിഞ്ഞ ആഴ്ചകൾ കഴിഞ്ഞിട്ടും ഒന്നാം വിളയുടെ നെല്ല് സംഭരിക്കാൻ സപ്ലൈകോ വൈകുന്നതിൽ കർഷകർ ദുരിതത്തിൽ. കൊയ്ത്ത് കഴിഞ്ഞ പാടത്ത് രണ്ടാം വിള ഇറക്കുന്ന പണികൾ നടക്കുമ്പോഴും തിരുവില്ലാമല പഞ്ചായത്തിൽ ഉൾപ്പെടെ നെല്ല് സംഭരണം എങ്ങുമെത്തിയില്ല. കൊരട്ടിപ്പള്ളിയിലെ തിരുനാളിന് ഇന്ന് കൊടിയേറി. വികാരി ഫാദർ ജോൺസൺ കക്കാട്ട് കൊടിയേറ്റം നിർവഹിച്ചു. ഈ മാസം 11, 12 തീയതികളിലാണ് തിരുനാൾ. മാഹി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് കണ്ടെത്തിയ മൃതദേഹം പേരാമംഗലം സ്വദേശിയുടേത്. ചൊവ്വാഴ്ച രാവിലെ മാഹി റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. 1,08,00,000-ലധികം രൂപയുടെ ഓൺലൈൻ ട്രേഡിംഗ് തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതിയെ മുംബൈ എയർപോർട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് മാളിക്കടവ് സ്വദേശി അജ്സലാണ് അറസ്റ്റിലായത്. അല്ലബാർ പ്രവാസി കുടുംബസംഗമം ശനിയാഴ്ച മണ്ണുത്തിയിൽ നടക്കും. അയ്യപ്പ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സംഗമത്തിൽ 500ഓളം പേർ പങ്കെടുക്കും. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി.എസ്. പ്രശാന്ത് എന്നിവരുടെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം കമ്മിറ്റി പന്നിത്തടത്ത് ധർണ നടത്തി. കടവല്ലൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി.സി. ഗോപാലകൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ബി.എസ്. ഗവായിക്കെതിരെ കോടതി മുറിക്കുള്ളിൽ നടന്ന ആക്രമണത്തിൽ പട്ടികജാതി ക്ഷേമസമിതി വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി പ്രതിഷേധിച്ചു. പി.കെ.എസ്. ജില്ലാ ജോയിന്റ് സെക്രട്ടറി എൻ.കെ. പ്രമോദ് കുമാർ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. വലപ്പാട് ഉപജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവം സമാപിച്ചു. 769 പോയിന്റ് നേടി ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായി. ബി.ജെ.പി. എരുമപ്പെട്ടി സമ്പൂർണ്ണ മണ്ഡലം സമിതി യോഗം വെള്ളറക്കാട് നടന്നു. തൃശൂർ നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി വിപിൻ കൂടിയെടുത്ത് ഉദ്ഘാടനം ചെയ്തു. കൊണ്ടാഴി പഞ്ചായത്ത് കേരളോത്സവ സംഘാടക സമിതി യോഗം ചേർന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ. ശശിധരൻ അധ്യക്ഷനായിരുന്നു. SKSSFന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരിയിൽ പാലസ്തീൻ ഐക്യദാർഢ്യ പ്രകടനം നടന്നു. ഹംസ അൻവരി കാഞ്ഞിരക്കോട് ഉദ്ഘാടനം ചെയ്തു. സ്റ്റാർസ് പദ്ധതിയുടെ ഭാഗമായി കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ ഒരുക്കിയ വിവിധ ലാബുകൾ, അഡീഷണൽ ക്ലാസ് മുറി എന്നിവയുടെ ഉദ്ഘാടനവും കിഡ്സ് അത്ലറ്റിക്സ് ഉപകരണങ്ങളുടെ കൈമാറ്റവും കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു അധ്യക്ഷത വഹിച്ചു. മേള കലാ സംഗീത സമിതിയുടെ ആഭിമുഖ്യത്തിൽ പുതുകാവ് ദേവീക്ഷേത്രത്തിൽ തിമില പരിശീലന കളരിക്ക് തുടക്കമായി. കല്ലുവഴി ബാബുവിന്റെ ശിക്ഷണത്തിലാണ് പരിശീലനം. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും വനിതാ ശിശു വികസന വകുപ്പിന്റെയും നേതൃത്വത്തിൽ മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൽ ആരവം ഭിന്നശേഷി കലോത്സവം നടന്നു. ഏങ്ങണ്ടിയൂർ കാർത്തികേയൻ പാട്ടുപാടി ചിത്രം വരച്ച് കലോത്സവം ഉദ്ഘാടനം ചെയ്തു. ഏനാമാക്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആലേഖനം ചെയ്ത ബോർഡ് സ്ഥാപിച്ചു. വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ അനാച്ഛാദനം ചെയ്തു. PTA പ്രസിഡന്റ് ജോസ് വാവേലി അധ്യക്ഷനായിരുന്നു. ചേറ്റുപുഴ സരസ്വതി വിലാസം LP സ്കൂളിലെ 1993 ബാച്ചിന്റെ സംഗമം നടന്നു. കൌൺസിലർ അഡ്വക്കേറ്റ് റജീന ജിപ്സൺ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ കുന്നംകുളത്ത് സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് നടത്തി. ഹെൽത്ത് സർവീസസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ താജ് പോൾ പനക്കൽ ഉദ്ഘാടനം ചെയ്തു.
ജില്ലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 38ാം ജില്ലാ സമ്മേളനം ശനിയാഴ്ച തൃശൂരിൽ നടക്കും. പി ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. ബേക്കേഴ്സ് അസോസിയേഷൻ കേരളയുടെ ആഭിമുഖ്യത്തിൽ ബേക്ക് എക്സ്പോ സംഘടിപ്പിക്കുന്നു. ഒക്ടോബർ 10, 11, 12 തീയതികളിൽ കൊച്ചി അഡ്ലക്സ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന എക്സ്പോ ജോയ് ആലുക്കാസ് ഉദ്ഘാടനം ചെയ്യും. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ MDMA വേട്ട. 70 ഗ്രാം MDMAയുമായി കണ്ണൂർ സ്വദേശി രാഖിൽ രവീന്ദ്രനെ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ലഹരി വിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു. മുല്ലശ്ശേരി വിദ്യാഭ്യാസ ഉപജില്ലാ ശാസ്ത്രോത്സവം പബ്ലിസിറ്റി കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം നടന്നു. വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ ഉദ്ഘാടനം നിർവഹിച്ചു. പാവറട്ടി പഞ്ചായത്ത് ഗ്രൗണ്ടിനോട് ചേർന്നുള്ള തീരദേശത്ത് വ്യാപകമായി പ്ലാസ്റ്റിക് മാലിന്യം തള്ളിയ നിലയിൽ കണ്ടെത്തി. മാലിന്യം തള്ളിയ പ്രദേശം പഞ്ചായത്ത് പ്രസിഡന്റ് MM റജീന, പഞ്ചായത്ത് അംഗം മണികണ്ഠൻ തുടങ്ങിയവർ സന്ദർശിച്ചു. പോർക്കുളം അക്കിക്കാവ് വെസ്റ്റ് സബ് രജിസ്ട്രാർ BRD റോഡിന്റെ അറ്റകുറ്റപ്പണിയിൽ തർക്കം. പൈപ്പിടാനായി കുഴിയെടുത്ത ഭാഗത്ത് അറ്റകുറ്റപ്പണികൾക്കായി മെറ്റൽ ഇടാതെ മണ്ണിട്ട് ഉയർത്താൻ കരാറുകാരൻ ശ്രമിച്ചതാണ് തർക്കത്തിനിടയാക്കിയത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ പശ്ചാത്തലത്തിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയും ദേവസ്വം ബോർഡും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ യോഗം ഉദ്ഘാടനം ചെയ്തു. പന്തല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നവീകരിച്ച ലബോറട്ടറിയുടെ ഉദ്ഘാടനം നടന്നു. പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് ഉദ്ഘാടനം നിർവഹിച്ചു. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് RS ഗവായിക്കു നേരെ ഷൂ എറിഞ്ഞ അഭിഭാഷകന്റെ നടപടിക്കെതിരെ വടക്കാഞ്ചേരിയിൽ ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ പ്രതിഷേധം സംഘടിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പ്രജിത് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ കോർപ്പറേഷൻ ഫുട്ബോൾ സ്റ്റേഡിയം നവീകരണവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾക്ക് താൽക്കാലിക വിരാമം. കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലെ സിന്തറ്റിക് ട്രാക്ക് നിർമ്മാണവും ഫുട്ബോൾ ഗ്രൗണ്ട് നവീകരണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ മേയർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിലാണ് പ്രശ്നപരിഹാരമായത്. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പങ്കെടുപ്പിച്ച് തൃശൂരിൽ സ്കിൽ പൂരം എന്ന പേരിൽ ഏകദിന ശില്പശാല സംഘടിപ്പിക്കും. ശനിയാഴ്ച ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലാണ് പരിപാടി. വരന്തരപ്പള്ളി കലവറക്കുന്ന് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പ്രഷർ രോഗികൾക്ക് നൽകിയ ഗുളികകൾ ചൂയിംഗം പോലുള്ളതാണെന്ന് പരാതി. സെപ്റ്റംബർ മാസത്തിൽ രോഗികൾക്ക് നൽകിയ ഗുളികകളാണ് പൊട്ടിക്കാൻ കഴിയാത്ത രീതിയിൽ റബ്ബർ പോലുള്ളതാണെന്ന് പരാതി ഉയർന്നത്. തൃശൂർ നഗരത്തിൽ KSRTC റോഡ് ഇന്റർലോക്ക് ടൈൽ വിരിക്കുന്നതിന്റെ ഭാഗമായി വെളിയന്നൂർ ദിവാൻജിമൂല റോഡിൽ വ്യാഴാഴ്ച മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. കുറുക്കഞ്ചേരി, ഒല്ലൂർ, മാതൃഭൂമി ജംഗ്ഷൻ വഴി ദിവാൻജിമൂല ഭാഗത്തേക്ക് പോകുന്ന സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെയുള്ള ഹെവി വാഹനങ്ങൾ കൊക്കാല ജംഗ്ഷൻ, എമറാൾഡ് ജംഗ്ഷൻ, ദിവാൻജിമൂല, ചെട്ടിയങ്ങാടി വഴി പോകേണ്ടതാണ്. ഇരിങ്ങാലക്കുട ടൗൺ സഹകരണ ബാങ്ക് ഭരണസമിതി അസാധുവാക്കിയ റിസർവ് ബാങ്ക് നടപടിക്ക് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമാകാമെന്ന് ഭരണസമിതി ചെയർമാനായിരുന്ന MP ജാക്സൺ. നടപടിക്ക് പിന്നിൽ BJPയുടെ അജണ്ട ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിച്ചു. നമസ്കാരം.